നമസ്കാരം. മലയാള മനോരമയുടെ ഒരാശയ രൂപീകരണ ശില്പശാല പലതുള്ളി പദ്ധതിയുടെ ഭാഗമായി എറണാകുളത്ത് വെച്ച് ചേർന്നു. ഹോട്ടലിൽ ചേർന്നിരുന്നതാണ്. സംസ്ഥാനത്തെ വളരെ പ്രമുഖരായിട്ടുള്ള ശാസ്ത്ര സാങ്കേതിക വിദഗ്ധരെയും ചിന്തിക്കുന്ന ആളുകളെയും അങ്ങനെ ഒരു ചെറിയ ക്രോസ് പ്രൊഫൈൽ ആളുകൾ, ഒരു റൗണ്ട് ടേബിളിന് ചുറ്റിയിരിക്കാൻ കഴിയുന്ന 10-25 ആളുകളെ മാത്രം വിളിച്ചിരുന്ന മീറ്റിംഗ് നടന്നിരുന്നു. ആ പലതുള്ളിയുടെ എറണാകുളത്ത് വെച്ച് നടന്ന മീറ്റിങ്ങിൽ ഞാനും പങ്കെടുത്തിരുന്നു. അവിടെ വെച്ചിട്ട് പലതുള്ളിയുമായി അല്ലാതെ എനിക്കൊരു സാങ്കേതികമായ കുറേ ബന്ധങ്ങൾ ഉള്ളത് കൊണ്ട് തീർച്ചയായും അവരെന്നെ ക്ഷണിച്ചിരുന്നു മനോരമ. ഞാൻ അവിടെ പങ്കെടുത്തിരുന്നു. അവിടെ വെച്ച് ഞാനാണ് ആദ്യമായി കേരളത്തിൽ ഹരിത കേരളം ആണ് ഇനി വേണ്ടത്, പലതുള്ളി മാത്രം പോരാ, വെള്ളത്തിൻ്റെ കാര്യങ്ങൾ മാത്രം പോരാ എന്ന് പറഞ്ഞത്. അതിനു മുമ്പ് ഡോക്ടർ എം പി പരമേശ്വരൻ്റെ ഒരു ലേഖനമുണ്ടായിരുന്നു. അത് ഒരു അത്ര സ്പെസിഫിക് ആയിട്ടുള്ളൊരു ആശയമായിരുന്നില്ല, എങ്കിലും മാധ്യമത്തിലുള്ള ലേഖനമുണ്ടായിരുന്നു. അപ്പോൾ ആ ലേഖനവും എൻ്റെ ചിന്തകളെ സ്വാധീനിച്ചിട്ടുണ്ട്. പക്ഷെ ഹരിത കേരളം എന്നുള്ള സങ്കല്പത്തിലല്ല അത് വന്നിട്ടുള്ളത്. അത് വേറെ കുറച്ചുകൂടി ഒരു ദാർശനിക തലത്തിലുള്ള ഒരു ലേഖനമായിരുന്നു, മാധ്യമം മാഗസിനിലായിരുന്നു. അപ്പൊ ഹരിത കേരളം വേണമെന്ന് ഞാൻ പറഞ്ഞ ആ തലക്കെട്ട് പിറ്റേ ദിവസം മനോരമയുടെ വലിയ ന്യൂസായി മനോരമ ഇട്ടിരുന്നു. അതിനുശേഷം ഞാൻ തിരുവനന്തപുരത്ത് വന്നതിന് ശേഷം ജനപദം എന്ന സർക്കാരിന്റെ മാഗസിനിൽ നീണ്ട ഒരു ലേഖനം എഴുതിയിരുന്നു. അന്ന് ഐക്യജനാധിപത്യ മുന്നണിയാണ് സംസ്ഥാനം ഭരിക്കുന്നത്, ഇടതുപക്ഷ മുന്നണിയല്ല. അതിനുശേഷം ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് വഴി ഹരിത സാഹോദര്യം എന്നൊരു പുസ്തകം ഞാൻ എഴുതിയിരുന്നു. ഇതാണ് ആ പുസ്തകം. അപ്പൊ ഈ പുസ്തകം എഴുതുകയും, ഞാൻ വേറെ പുസ്തകങ്ങൾ വിവിധ വിഷയങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ പുസ്തകം എഴുതിയാൽ ഞാൻ സാധാരണ ചെയ്യുന്നൊരു രീതിയുണ്ട്. ഇവിടുത്തെ നയരൂപീകരണം നടത്തുന്ന ആളുകൾക്ക് അത് മുഖ്യമന്ത്രി, പ്രധാനമന്ത്രിക്ക് മലയാളത്തിലാണെങ്കിലും അയച്ചു കൊടുക്കാറുണ്ട്. മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും പ്രധാനപ്പെട്ട നേതാക്കൾ, ചീഫ് സെക്രട്ടറിമാർ, പ്രധാനപ്പെട്ട IAS ഉദ്യോഗസ്ഥർ, മറ്റ് സമൂഹത്തിന്റെ ഒരു സോക്കാൾഡ് ഒപ്പീനിയൻ മേക്കേഴ്സ് ആയിട്ടുള്ള ഒരുപാട് പേർക്ക് ഞാൻ സൗജന്യമായി ബുക്ക് എത്തിക്കാറുണ്ട്. കാരണം ഈ ഞാൻ പറയുന്ന ആശയങ്ങൾ സമൂഹത്തിൽ എടുക്കട്ടെ. ഞാനിത് പറഞ്ഞത് ഹരിത കേരളം വരുന്നതിന് മുമ്പുള്ള കഥകളാണ്. പക്ഷെ അതിനുശേഷം ഹരിത കേരളം വന്നു, സന്തോഷം തോന്നി. ഞാൻ പറഞ്ഞു എന്ന് പറയുന്നില്ല, ഞാനും കൂടി പറഞ്ഞൊരു വിഷയം സർക്കാർ തന്നെ ഏറ്റെടുത്തല്ലോ, ഇടതുപക്ഷ മുന്നണി സർക്കാർ ഏറ്റെടുത്തല്ലോ, വലിയ സന്തോഷമായി. ഞാൻ പ്രതീക്ഷിച്ചത് വളരെയധികം മുന്നോട്ട് പോകും ഹരിത കേരളം എന്നാണ്. പക്ഷെ അതിന് കൃത്യമായൊരു കൺസെപ്റ്റ് നോട്ട് ഉണ്ടായിരുന്നില്ല. ഒരു വൃത്തി, വെള്ളം, കൃഷി എന്നൊക്കെ പറഞ്ഞുള്ള ഒരു തട്ടിക്കൂട്ട് രേഖ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രേഖ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഒരു വളരെ കൃത്യമായ ഒരു വിഷൻ ഡോക്യുമെന്റ് അല്ല. ഒരു സ്ക്രിപ്റ്റ് ഇല്ലാതിരുന്നാൽ നാടകം എങ്ങനെ മുമ്പോട്ട് പോകും നമുക്കറിയാമല്ലോ. ഒരു കഥ, തിരക്കഥ, ഗാനം, സംഗീതം ഇതെല്ലാം ചെയ്യുന്ന വളരെ സിസ്റ്റമാറ്റിക് ആയുള്ള ഒരു സ്ക്രിപ്റ്റ് ഇല്ലാതെ ഒരു സിനിമ എടുത്താൽ എങ്ങനെ ഇരിക്കും? സംവിധായകന് ഇഷ്ടമുള്ള രീതിയിൽ സിനിമ ഓടും. പിന്നെ കാലാകാലങ്ങളിൽ അഭിനയിക്കാൻ വരുന്നവർ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പറയും. ഇത് തന്നെയാണ് ഹരിത കേരള ക്യാമ്പയിന് സംഭവിച്ചത്. ക്യാമ്പയിന് വേണ്ടി ക്യാമ്പയിനുകൾ, പദ്ധതികൾക്ക് വേണ്ടി പദ്ധതികൾ തിരുവനന്തപുരത്തിരുന്ന് അനൗൺസ് ചെയ്യും. കുറെ പേര് ചെയ്യും, കുറെ പേര് ചെയ്യത്തില്ല. എനിക്ക് വളരെ വളരെ ബഹുമാനമുള്ള ആളാണ് ഡോക്ടർ TN സീമ. ജനകീയാസൂത്രണത്തിന്റെ ഏറ്റവും തുടക്കം, ജനകീയാസൂത്രണം സമൂഹത്തിൽ തുടങ്ങുന്നതിന് മുമ്പ്, കേരളത്തിൽ തുടങ്ങുന്നതിന് മുമ്പ് നന്ദിയോട് പഞ്ചായത്തിൽ വെച്ച് ഡോക്ടർ തോമസ് ഐസക്കും ഡോക്ടർ TN സീമയും ഞാനും പങ്കെടുത്തുകൊണ്ടുള്ള ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു. രാത്രിയും പകലുമായി നടന്ന ക്യാമ്പാണ്. സന്ധ്യയ്ക്ക് തുടങ്ങി രാത്രി മുഴുവൻ ക്യാമ്പുണ്ട്, പിറ്റേ ദിവസം ഉണ്ട് ക്യാമ്പ്. നന്ദിയോട് സ്കൂളിൽ വെച്ച്, പച്ച സ്കൂളിൽ വെച്ചാണ് നടത്തിയത്, പച്ച LPS വെച്ച്. അതിൽ പഞ്ചായത്ത് വിഭവപടവും അതും ആസൂത്രണമായുള്ള ബന്ധത്തെക്കുറിച്ചും ഒരു ഡേറ്റാബേസുള്ള ആസൂത്രണം എങ്ങനെ നടത്തണമെന്നുള്ളതിനെ കുറിച്ചും ഞാനാണ് ക്ലാസ് എടുത്തിരുന്നത്. എൻ്റെ ക്ലാസ് കേൾക്കാൻ അന്ന് CDSലെ ഫെലോ ആയിരുന്ന, സെന്റർ ഫോർ ഏഷ്യൻ സ്റ്റഡീസിലെ ഗവേണിംഗ് ബോഡി അംഗമായിരുന്ന ഡോക്ടർ തോമസ് ഐസക് സാറും ഉണ്ടായിരുന്നു. എൻ്റെ ക്ലാസ് കേൾക്കാൻ ഫ്രണ്ടിലുണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ ക്ലാസ് കഴിഞ്ഞാൽ എൻ്റെ ക്ലാസ് വെച്ചിരുന്നത്. പക്ഷെ അദ്ദേഹം വരാൻ താമസിച്ചുകൊണ്ട് എൻ്റെ ക്ലാസ് ആദ്യം നടന്നു. അത് നടന്നുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം വന്നപ്പോൾ നിർത്തണ്ടെന്ന് പറഞ്ഞ് ഞാൻ പൂർണ്ണമായി എടുത്തതിന് ശേഷമാണ് അദ്ദേഹം ക്ലാസ് എടുത്തത്. അതിനെ തുടർന്ന് ഡോക്ടർ TN സീമയും ക്ലാസ് എടുത്തു. അത് കഴിഞ്ഞ് എന്നെ അഭിനന്ദിക്കുകയൊക്കെ ചെയ്തു ഐസക് സാർ. അത് വേറെ കഥ, അത് വ്യക്തിപരമായ കാര്യമായതുകൊണ്ട് ഞാൻ ദീർഘമായി പറയുന്നില്ല. അതിനെ തുടർന്നാണ് ഡോക്ടർ TN സീമ മത്സരിക്കുന്നു, MP ആവുന്നു, പ്ലാനിംഗ് ബോർഡിൽ വരുന്നു, ഒക്കെ വരുന്നു. എനിക്ക് വലിയ റെസ്പെക്റ്റ് ഉള്ള ആളാണ്. പക്ഷെ ഒരു കാരണവശാലും ഗവൺമെന്റ് അവരെ ഹരിത കേരള മിഷന്റെ വൈസ് ചെയർപേഴ്സണായിട്ട് പോസ്റ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു. അവർ ആ പോസ്റ്റ് എടുക്കാനും പാടില്ലായിരുന്നു. അവർ മലയാള സർവകലാശാലയുടെ പ്രൊഫസർ ആയിരുന്നല്ലോ.
അല്ലെങ്കിൽ മലയാളം മിഷന്റെ, അല്ലെങ്കിൽ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ, അല്ലെങ്കിൽ സർവ്വവിജ്ഞാന കോശത്തിന്റെ, സാക്ഷരതാ മിഷന്റെ, വേറെ ഒത്തിരി സ്ഥാപനങ്ങളുണ്ട് ഡയറക്ടറായിട്ട് ഇരിക്കാനും സൗകര്യങ്ങളൊക്കെ കിട്ടാൻ. അതിന്റെ സ്ഥാനത്തേക്ക് പോകണമായിരുന്നു. ഇത് കുറെ കൂടി അക്കാഡമിക് ആയിട്ടുള്ള, കുറച്ചുകൂടി പ്രൊഫഷണൽ ആയിട്ടുള്ള, സാങ്കേതിക വിദ്യകൾ അറിയാവുന്ന ആളുകൾക്ക് കൊടുക്കേണ്ടിയിരുന്നു. അത് നടന്നില്ല. കാലം കഴിഞ്ഞു, 8 വർഷം കഴിഞ്ഞു. എന്നാൽ അതിനകത്ത് അങ്ങനെ സാങ്കേതിക വിദഗ്ധരായ ആളെങ്കിലും അത് വെച്ചിട്ടുണ്ടോ? അതുമില്ല. റിട്ടയർ ആയവർ, ബന്ധുമിത്രാദികൾ, സുഹൃത്തുക്കൾ, പാർട്ടി കത്ത് കൊണ്ടുവന്നവർ, പരിഷത്തിന്റെ കത്ത് കൊണ്ടുവന്നവർ, പഴയ പരിഷത്ത് ഭാരവാഹികൾ, അങ്ങനെയുള്ള കുറച്ച് ആളുകളാണ് ആ സംവിധാനം നയിക്കുന്നത്. ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല, അവരാരെയും ഒഴിച്ചു നിർത്തണമെന്നുള്ള അഭിപ്രായം എനിക്കില്ല. പക്ഷെ സാങ്കേതിക വിദഗ്ധരില്ല അതിനകത്ത്, സാങ്കേതികമായ നോട്ടില്ല, അവിടെ പ്രൊഫഷണലായ അപ്രോച്ച് ഇല്ല, കൺസെപ്റ്റ് ഇല്ല. അവിടെയാണ് എനിക്ക് പരാതി. അല്ലാതെ ഇവരാരെയും വെക്കണ്ടെന്നല്ല. ആർക്കാണോ പൊസിഷൻ കൊടുക്കാം. ഇപ്പോൾ ചെയർപേഴ്സൺ ആണോ ഇതെല്ലാം നോക്കുന്നതെന്ന് ചോദിച്ചു പോകും. അല്ല, സാങ്കേതിക വിദഗ്ധർ താഴെ ഉണ്ടായിരുന്നാൽ മതി. പക്ഷെ അതില്ല. നേതൃത്വാവശ്യ വികസനം, അവരൊരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. തെറ്റുകളുടെ പരമ്പരയാണ് ആ പുസ്തകം. എന്താണ് നിർത്തണമെന്ന് അവർക്ക് അറിയത്തില്ല, ആ പുസ്തകം എഴുതിയവർക്ക് അറിയത്തില്ല. ഇതൊക്കെ അടുത്ത് വായിക്കണം സമൂഹം, പൊതുസമൂഹം. പൊട്ടന്മാരുടെ സമൂഹമൊന്നുമല്ല. വണ്ടിക്ക് മുമ്പെയാണ് കുതിരയെ കെട്ടേണ്ടത്, അല്ലെ കാളയെ കെട്ടേണ്ടത്. ഇത് കാളയ്ക്ക് മുമ്പേ വണ്ടി കെട്ടിയാൽ വണ്ടി ഓടുമോ? എന്താണ് സംഭവിക്കുന്നത്? കുറെ ക്യാമ്പയിൻ, പച്ചത്തുരുത്ത്, നദികൾ ശുദ്ധമാക്കൂ, വരട്ടെ ആർ, എത്ര ഭയങ്കര ക്യാമ്പയിൻ ആയിരുന്നു. നന്നായി മാലിന്യം കിടപ്പുണ്ട് ഇപ്പോൾ. കിള്ളിയാർ, വലിയ ക്യാമ്പയിൻ ആയിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ നെടുമങ്ങാട് പോയതാണ്. മാലിന്യം വീണ്ടും കിടപ്പുണ്ട് അവിടെ. കുട്ടമ്പേരൂർ വലിയ ആവേശത്തോടെ തുടങ്ങിയതാണ്. ആളുകൾ മാലിന്യം എറിയുന്നുണ്ട്. അപ്പൊ ജനങ്ങളെ എങ്ങനെയാണ് സംഘടിപ്പിച്ചുകൊണ്ട്, ജനങ്ങളുടെ മനഃശാസ്ത്രം കൂടി മനസ്സിലാക്കിക്കൊണ്ട്, ക്യാമ്പയിനുകൾക്ക് വേണ്ടി ക്യാമ്പയിനുകൾ നടത്താതെ മനോഹരമായ രീതിയിൽ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ ചെയ്യുക, ഹരിത കേരളം കൊണ്ടുവരിക എന്ന് ഇവർക്കറിയില്ല. എൻ്റെ സംഘാടകർക്കറിയില്ല. എന്നെ വിളിച്ചില്ലെന്നോ, ഞാനാണ് ആദ്യം പറഞ്ഞതുകൊണ്ട് എന്നെ അങ്ങോട്ട് ക്ഷണിച്ചില്ലെന്നോ ഒന്നുള്ള അർത്ഥത്തിലൊന്നുമല്ല പറഞ്ഞാൽ, നടന്ന ചരിത്രവും ഡേറ്റയും പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും ഹരിത കേരള മിഷനെ സംബന്ധിച്ചിടത്തോളം അതൊരു മിഷൻ. അവർക്ക് വേറെ കാര്യങ്ങളൊന്നുമില്ല. അവർ കുറെ മീറ്റിങ്ങുകൾ നടത്തുന്നു, കുറെ കാര്യങ്ങൾ ചെയ്യുന്നു. ഏതെങ്കിലും പഞ്ചായത്ത്, ഏതെങ്കിലും ഇനിഷ്യേറ്റീവിൽ ആരെങ്കിലും വല്ലതും ചെയ്താൽ ഇതാ ഹരിത കേരളം എന്ന് പറയുന്നു. അവിടെ എല്ലാം ഹരിത കേരളം എന്ന് എഴുതി വെക്കുന്നു. ഏതെങ്കിലും പഞ്ചായത്ത് സ്വന്തമായിട്ട് വല്ലതും ചെയ്താൽ അത് ഹരിത കേരളം. ആരെന്ത് ചെയ്താലും ഹരിത കേരളം. അല്ല, ഹരിത കേരളത്തിൻ്റെതായ എന്ത് മാത്രമല്ല, പുഴകൾ സംരക്ഷിക്കുകയും കുറെ വേസ്റ്റ് മാനേജ് ചെയ്യുകയും കുറെ കൃഷി ചെയ്യുകയും ചെയ്താൽ ഹരിതമാകുമോ? ഹരിത കേരളമാകുമോ? ഇവിടെയാണ് കൺസെപ്റ്റൽ ക്ലാരിറ്റി. ഇതിന്റെ ആശാന്മാർ ധരിച്ചത് ഈ ഹരിതം എന്ന് കേട്ടാൽ പച്ച എന്ന് കേട്ടാൽ കുറച്ച് വെള്ളം ശുദ്ധീകരിക്കുക, കുറെ പുഴയൊക്കെ ഒഴുകുക, ഇതൊക്കെയാണ് പരിപാടി. പുഴ ഒഴുകട്ടെ എന്നാണ് പറയുന്നത് സുഖമായിട്ട്. പുഴ ഒഴുകട്ടെ എന്ന് പറയും പോലെ തന്നെ നീർത്തടങ്ങളിൽ, നദീതടങ്ങളിൽ വെള്ളം ഇറക്കാത്തതുകൊണ്ട് വരൾച്ചയും കൂടിയാണെന്നേ. വലിയ മഴ വന്നിട്ടും പ്രളയം കഴിഞ്ഞാൽ വരൾച്ചയാണ്. അതിനെ പ്രതിരോധിക്കാനുള്ള ജലസംരക്ഷണ പ്രവർത്തനമാണ് നടക്കേണ്ടത്. എത്ര തലതിരിഞ്ഞ ആശയങ്ങളാണ് ക്യാമ്പയിനുകളിൽ എടുക്കുന്നത്. ഇതാരാ ഡിസൈൻ ചെയ്യുന്നത്? ആരോടാ ഒന്ന് ചോദിക്കുക. അപ്പൊ വണ്ടിക്ക് മുമ്പേ കാളയെ കെട്ടുന്നതിന് പകരം, കുതിരയെ കെട്ടുന്നതിന് പകരം, കുതിരയ്ക്ക് മുമ്പേ അല്ലെങ്കിൽ കാളയ്ക്ക് മുമ്പേ വണ്ടിയെ കെട്ടിയാൽ എങ്ങനെ ഇരിക്കും? മാത്രമല്ല, വണ്ടി നയിക്കാൻ നിൽക്കുന്നവർ പ്രൊഫഷണൽ അല്ലാതിരുന്നാൽ എങ്ങനെ ഇരിക്കും? ഞാൻ പറഞ്ഞല്ലോ, പരിചയക്കാർ, ബന്ധുമിത്രാദികൾ, പാർട്ടിക്കാർ, പരിഷത്തുകാർ, കുറെ ബന്ധുക്കൾ അവിടെ ഉണ്ട്. ആരെങ്കിലും ആർട്ടി കൊടുത്ത് ചോദിച്ചോണം ഹരിത കേരള മിഷനിൽ കേരളം മുഴുക്കുള്ളവരുടെ സ്റ്റാഫ് പാറ്റാണെന്ന് എടുക്കണം. എനിക്കാരോടും ഒരു പരാതിയില്ല, ഒരു പരിഭവമില്ല. പക്ഷെ ഒരു നാട് സഹിക്കുന്നുണ്ട്. ഏത് പരിപാടി ആരോട് പറഞ്ഞാലും ഉടൻ പറയും ഹരിത കേരള മിഷൻ ഏൽപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ ഹരിത കേരള മിഷൻ ഇത് ചെയ്യുമോ? ഇല്ല. അതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ? ഇല്ല. അതിനുള്ള വിഷൻ ഉണ്ടോ? ഇല്ല. വേറൊരാളെ ചെയ്യാൻ സമ്മതിക്കില്ല. പല ഡിപ്പാർട്ട്മെന്റുകളിലും, ഞാൻ പേര് പറയുന്നില്ല, പല ഡിപ്പാർട്ട്മെന്റിലെ ആളുകളും മനസ്സ് തുറന്നിട്ടുണ്ട് എന്നോട്. സാർ, ഞങ്ങൾ രാഷ്ട്രീയമായി ഞങ്ങൾ ഉയർന്ന ഉദ്യോഗസ്ഥരോട് ചെല്ലുമ്പോൾ
അത് അവർ പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസോട്ട് ആലോചിക്കണം. സന്തോഷം. ഏത് വകുപ്പ് മന്ത്രിയുടെ കാര്യവും മുഖ്യമന്ത്രിയുടെ ഓഫീസോട്ട് ആലോചിക്കണം. സന്തോഷം. മുഖ്യമന്ത്രി ഓഫീസ് ചെല്ലുമ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് ഓഫീസിൽ നിന്ന് പറയുന്നത് ഹരിത കേരളോട്ട് ആലോചിക്കണം. തീർന്നു അവിടെ. ഇവിടെ ഇരിക്കുന്നവർക്ക് യാതൊരു കാഴ്ചപ്പാടുമില്ല, കൺസെപ്റ്റുമില്ല, എന്താണെന്നും അറിയത്തുമില്ല. എന്താ ചെയ്യുക? ഒരു നാടിന്റെ വിധി. പിന്നൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം ഈ വീഡിയോ. ലോകത്തൊരിടത്തും ഇങ്ങനെ മിഷനും ക്യാമ്പയിനും കൊണ്ടൊന്നും അല്ല രാജ്യം മാറുന്നത്. മനോഹരമായി പ്രൊഫഷണലായി പഠിച്ചിട്ടുള്ള ആളുകളെ, സാങ്കേതികമായി പഠിച്ചിട്ടുള്ള ആളുകളെ, അനുഭവ സമ്പത്തുള്ളവരെ, നല്ല കർഷകരെ, നല്ല പ്രാക്ടീഷണർമാരെ, അവർക്കെല്ലാ സപ്പോർട്ടും കൊടുത്തുകൊണ്ട് അവരെ വിവിധ സമിതികളിലും കമ്മിറ്റികളിലും കൊണ്ടുവന്നുകൊണ്ട് മനോഹരമായ പദ്ധതികൾ ഡിസൈൻ ചെയ്ത് വളരെ പ്രൊഫഷണലായി മാനേജ് ചെയ്ത് നടപ്പിലാക്കുമ്പോഴാണ് അതിനൊരു സസ്റ്റൈനബിലിറ്റി ഉണ്ടാകുന്നത്, അതിനൊരു ദീർഘകാല നിലനിൽപ്പുണ്ടാകുന്നത്. ഇത് ക്യാമ്പയിൻ നടത്തും, തല്ലുന്നതിന് വേണ്ടി കരയും, കരഞ്ഞതുകൊണ്ട് എന്താ പറയുക, കരച്ചിൽ കഴിയുമ്പോൾ എണീറ്റ് പോകും. ഇത്രയേ ഉള്ളൂ. പരിശീലനങ്ങൾ നല്ല രസമല്ലേ? ഏത് പഞ്ചായത്ത് എടുത്താലും സ്ഥിരമായി റിസോഴ്സ് പേഴ്സണും ഉണ്ട്, സ്ഥിരമായ കേൾവിക്കാരും ഉണ്ട്. പാവപ്പെട്ട കുടുംബശ്രീക്കാർ, അവരെ വിളിച്ചാൽ വരാതിരിക്കാൻ പറ്റും. പാവപ്പെട്ട തൊഴിലുറപ്പുകാർ, പിന്നെ ആശാ വർക്കേഴ്സ്, സാക്ഷരത, ഇങ്ങനെ ഒരു സ്ഥിരം ആഡിയൻസ് ഉണ്ട്. നിലയ വിദ്വാൻമാരെന്ന് പറയുന്നത് സ്ഥിരം ഫാക്കൽറ്റി ഉണ്ട്. കുറച്ച് IRTC എന്നോ കിലയെന്നോ ഒക്കെ അല്ലെങ്കിൽ ഹരിതകേരള മിഷനിന്നോ കുറെ നോട്ട് തയ്യാറാക്കി വളരെ ഭാവനാപൂർണമായ ചില നോട്ട് എഴുതി അങ്ങോട്ട് കൊടുക്കും. അത് തന്നെ മലനാട്ടിലും കൊണ്ട് അടിക്കും, തീരപ്രദേശത്തും അടിക്കും, കടലിന്റെ അടുത്തും കൊണ്ട് തന്നെ അടിക്കും. ആലപ്പുഴയിൽ പോയി മലനാട്ടിലെ നോട്ട് വെച്ച് വാട്ടർഷെഡ് ക്ലാസ് എടുത്ത മാന്യന്മാരും റിസോഴ്സ് പേഴ്സൺമാരുണ്ടെന്ന് എന്നോട് പൊറുക്കണം. ഞാനും റിസോഴ്സ് പേഴ്സൺ ആയിരുന്നു, ആണ് പലയിടത്തെയും. നമുക്ക് അപമാനമാണ്, റിസോഴ്സ് പേഴ്സൺമാർക്കും അപമാനമാണ്. ഇതൊക്കെ ഒരു ജീവിതമാർഗമായി പലരും എടുത്തിരിക്കുന്നു. സോറി ടു സേ, ഹരിത കേരള മിഷൻ അടിയന്തരമായി അവർ പുനരാലോചിക്കണം. അതിൽ പ്രൊഫഷണൽ ആളുകളെ കൊണ്ടുവരണം. ഗൗരവമായി അത് പുനർവിചിന്തനം ചെയ്യണം. അവിടെയുള്ളവർ കാളയ്ക്കും കുതിരയ്ക്കും മുമ്പേ പിടിച്ചു കെട്ടിയിരിക്കുന്ന വണ്ടിയെ പൊളിച്ച് അത് അഴിച്ചെടുത്ത് വന്ന് ആ കുതിരയുടെയും കാളയുടെയും പിറകിൽ വണ്ടി കെട്ടിയിട്ട് ഈ വണ്ടി വലിക്കേണ്ടവരെ ഫ്രണ്ടിൽ കെട്ടണം. വണ്ടിയിൽ നിറച്ച് ഏറ്റവും പ്രൊഫഷണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളെയും കൊണ്ടുവരണം. ബന്ധുമിത്രാദികളൊക്കെ അവിടെ ഇരിക്കട്ടെ, അവരെ പിരിച്ചൊന്നും വിടണ്ട. അവരൊക്കെ ജീവിതമാർഗ്ഗമാണല്ലോ. ഒരാളിൻ്റെ ദുഃഖം കണ്ടുകൊണ്ട് മറ്റൊരാളിൻ്റെ സന്തോഷത്തിൻ്റെ ആവശ്യമില്ല. അവർക്ക് ജോലി കൊടുത്തോളൂ. കോൺട്രാക്റ്റ് ആണല്ലോ പലതും, അല്ലെങ്കിൽ ടെമ്പററി ആണല്ലോ, സ്ഥിരം പോസ്റ്റ് അല്ലല്ലോ. സർക്കാരിനോട് പറഞ്ഞാൽ പോസ്റ്റ് അനുവദിക്കാവുന്നതേ ഉള്ളൂ, പെർമനന്റ് പോസ്റ്റ് അല്ലല്ലോ. അപ്പോൾ ആ തരത്തിലുള്ള സംവിധാനം കൊണ്ടുവരട്ടെ. ഹരിത കേരള മിഷൻ ട്രൂ സ്പിരിറ്റിലുള്ള മിഷനായി മാറട്ടെ. അതിനുള്ള പ്രവർത്തനങ്ങൾ നടക്കട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. അത് ഇവിടുത്തെ പുഴകളും നദികളും കാടുകളും കാവുകളും കുളങ്ങളും എല്ലാം അത് ആവശ്യപ്പെടുന്നു, മനുഷ്യരും അത് ആവശ്യപ്പെടുന്നു. പ്രത്യേകിച്ച് ഇപ്പം നോ ലിസ്റ്റിലൊക്കെ, ടൂറിസത്തിൽ നോ ലിസ്റ്റിലൊക്കെ കേരളം കടന്നു കഴിഞ്ഞു. ഇനി അത് വരുന്ന വർഷങ്ങളിൽ ഇതിൻ്റെ റിപ്ലിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ലോകത്തിൻ്റെ മുന്നിൽ കേരളം ഏറ്റവും മലിനമായൊരു സ്ഥലമാണ്, അപകടം നിറഞ്ഞ സ്ഥലമാണ്, ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സ്ഥലമാണെന്നുള്ള മെസ്സേജ് പോകുന്നത് നല്ലതല്ല. അതുകൊണ്ട് ഇത് മനസ്സിലാക്കി ഹരിതകേരള മിഷനിലെ പ്രവർത്തനങ്ങൾ അടിയന്തരമായി പുനഃസംഘടിപ്പിക്കുവാൻ ഗവൺമെൻറ് തീരുമാനിക്കട്ടെ. എല്ലാവർക്കും നന്ദി.